ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. നമുക്കിന്ന് നല്ല അടിപൊളി ചെമ്മീൻ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 കിലോ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. അത് ഞാൻ ചെറുതായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. ചെമ്മീനെല്ലാം ഞാൻ അതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതൊരു 15 മിനിറ്റ് ഞാനവിടെ മാറ്റി വെക്കുന്നുണ്ട്, ഒന്ന് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. അതൊന്ന് അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കിതിനാവശ്യമായിട്ടുള്ളത് 2 ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, 3 പച്ചമുളക്. ഇതിനധികം ഇഞ്ചി വെളുത്തുള്ളിയൊന്നും ആവശ്യമില്ല. 2 ചെറിയ വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും മാത്രമേ വേണ്ടൂ. ഇനി നമുക്ക് ആ ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അധികം ഫ്രൈ ആവണ്ട, ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണയിലിട്ടിട്ട്, വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ഇതാ ഞാൻ ഉള്ളിയെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ഉള്ളി, 3 പച്ചമുളക്, ഒരു 2 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചിയും കറിവേപ്പിലും ഞാൻ അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആ വെളിച്ചെണ്ണയിൽ തന്നെ ഞാൻ ഉള്ളി ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഉള്ളി വാടാനായിട്ട് കുറച്ച് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം വാട്ടിയെടുക്കുക. ഉള്ളി അവിടെ നിന്ന് വാടുന്ന സമയത്ത് ഞാനിവിടെ തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കുന്നുണ്ട്. നന്നായിട്ട് അരിയൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കുന്നതാണ്. ഇനി ആ ഉള്ളിയിലേക്ക് മുറിച്ചിട്ട് വെച്ച് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും അതിട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ നേരത്തെ ചെമ്മീനും കൂടി അതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ചെമ്മീൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ആ ഉള്ളിയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു 5 മിനിറ്റ് വരെ ഞാനതങ്ങനെ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം ഞാൻ ഒതുക്കി വെച്ച തേങ്ങ നമുക്ക് ഈ ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി തേങ്ങൻ്റെയും ആ പൊടികളുടെയും പച്ചമണലൊന്ന് മാറുന്നവരെ ഒരു 5 മിനിറ്റ് നേരം ഞാനിങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. തേങ്ങ നന്നായി വറന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കിതിന് വേണ്ടത് അരി അരക്കണം. അപ്പോൾ ഞാനിവിടെ 1 ഗ്ലാസ് പൊന്നിയരി ചൂടുള്ള വെള്ളത്തിൽ പുതിർത്തി വെച്ചിട്ടുണ്ടേനെ. ഒരു 5-6 മണിക്കൂർ നേരം പുതിർത്തിയിട്ടുണ്ട്. ഇനി നമുക്കത് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം. കട്ടിങ്ങനെ കുറച്ചധികം വെള്ളം ഒഴിക്കാണ്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക മിക്സിയിൽ. ഇനി അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് അരിപ്പൊടിയും കൂട്ടിയിട്ട് നമുക്കതൊന്ന് കുഴച്ചെടുക്കാം. അപ്പം ഞാനിത് അരിയൊക്കെ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുണ്ടയാക്കി എടുക്കണം. അതിനായിട്ട് ഇത് മസാലയും അരിയൊക്കെ അടുത്തടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തടവിയിട്ട് ഒരു ബോൾ അരിയിൽ നിന്ന് ഒരു ബോൾ അരി എടുത്തിട്ട് അതൊന്ന് നമുക്ക് കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കണം. ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇനി ഒരു സ്പൂണ് മസാല എടുത്തിട്ട് ആ പരത്തി വെച്ച അരിയിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ഉണ്ടയാക്കി എടുക്കണം. ഇതേപോലെ ഒന്ന് ഷേപ്പാക്കി എടുത്താൽ മതി. വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ആക്കിയെടുക്കുക. നന്നായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ട് ഒരു ബോൾ ഷേപ്പ് ഉണ്ടയാക്കി എടുക്കാം. നല്ലോണം ഒന്ന് ഉരുട്ടി കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ഒരു ഉണ്ട റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഒന്നും കൂടി ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. കുറച്ച് അരിയിൽ മസാല വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതേപോലെ തന്നെ വീണ്ടും ഒരു ഉണ്ടയാക്കി എടുക്കാം. ഇതേപോലെ ഒന്നും കൂടി ഒന്ന് ഉണ്ടയാക്കി എടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ഉരുട്ടിയെടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഉണ്ടൻ്റെ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എല്ലാ ഉണ്ടയും ആക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഞാനെല്ലാം ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചമ്പ് ഒന്ന് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊന്ന് ചൂടായതിന് ശേഷം ഇതാ ഫോയിൽ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടകൾ ഓരോന്നായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഒരു 20-25 മിനിറ്റാണ് ഇത് വേണ്ട സമയം. ഒരു 25 മിനിറ്റ് മാത്രം മതി. അപ്പോഴത്തേക്ക് നമ്മുടെ ഉണ്ട വെന്ത് കിട്ടും.
അപ്പോൾ 25 മിനിറ്റിന് ശേഷം ഇതാ ഞാൻ തുറന്ന് നോക്കുമ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ ഈ ഗ്യാസ് സ്റ്റൗവിൽ ഓഫ് ചെയ്തിട്ട് അവിടെ മാറ്റി വെച്ച് കുറച്ച് തണിയാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിനെ. ഇനി നമുക്ക് കുറച്ച് ഉണ്ട എടുത്തിട്ട് ഫ്രൈ ചെയ്യണം. അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഉണ്ട ഈ മസാലയിലേക്ക് ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യണം. അതിനായിട്ട് ഞാനൊരു ഫ്രൈ പാൻ ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തേച്ച ഉണ്ട ഒന്ന് പൊരിച്ചെടുക്കാം. നല്ലോണം പൊരിയാൻ പാടില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ആ മസാലയൊക്കെ ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക വേണ്ടു. അപ്പോൾ നമ്മുടെ ഫ്രൈ ചെയ്ത ഉണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് കോരി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ മസാല ഉണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേവിച്ചതും ഫ്രൈ ചെയ്തതും രണ്ടും നല്ല ടേസ്റ്റാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം, എന്നിട്ട് കമൻസൊക്കെ അറിയിക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.